എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം നിലമ്പൂരിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ SNDPയുടെ ഒരു പരിപാടിയിൽ മലപ്പുറത്ത് ഏകദേശം 40% വരുന്ന ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അവഗണനയും കഷ്ടപ്പാടും ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഇത് ശരിക്കും കൊണ്ടത് അവിടുത്തെ മുസ്ലിം ലീഗിനാണ്. അവിടെ 56% മുസ്ലിങ്ങളും 40% ഹിന്ദുക്കളും 4% ക്രിസ്ത്യൻസുമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞെന്താണെന്നറിയോ? അതായത് 40% വരുന്ന ഹിന്ദുക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കോളേജോ അങ്ങനെയുള്ള കോളേജും കാര്യങ്ങളൊന്നുമില്ല. കൂടുതലും കിട്ടിയിരിക്കുന്ന മുസ്ലിം സമുദായത്തിനാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് 15 വർഷമായിട്ട് അവിടെ ഈ ഇഴവ സമുദായത്തിനോ മറ്റ് ഹിന്ദുക്കൾക്കായിട്ട് ഒരു കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും അനുവദിച്ചില്ല. ഇതിനിടയിൽ മുസ്ലിംസിന് വേണ്ടിയിട്ട് ഒരുപാട് കോളേജിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അനുവദിച്ചു കൊടുത്തു. പിന്നെ അതുമാത്രമല്ല, ഈ മലപ്പുറം എന്ന് പറയുന്ന സംസ്ഥാനം ഒരു പ്രത്യേക രാജ്യം മാറിയാണ് പെരുമാറുന്നത്. അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പാരലൽ ഒരു എക്കണോമി ഉണ്ടാക്കുന്നു. അവിടെ ആൾക്കാർ സ്വർണ്ണം കിടത്തുന്നു, ആൾക്കാരൊക്കെ എന്താ പറയുക സ്വർണ്ണക്കടത്ത് നടത്തി. ഇതൊക്കെ നഗ്നമായ സത്യങ്ങളാണ് വെള്ളാപ്പള്ളി വിളിച്ചു പറയുന്നത്. പക്ഷേ ഇത് ശരിക്കും കൊണ്ടത് മുസ്ലിം ലീഗിനാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ എന്താ പറയുക രാജീവ് ചന്ദ്രശേഖരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനയൊക്കെ നടത്തുന്നത്. അപ്പോൾ ലീഗുകാർ പറയുന്നത് എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി ശരിക്കും RSSന് നാവായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ശരിക്കും വ്യാപകമായ പല രംഗത്തുനിന്ന് പല ആൾക്കാരും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗുകാർ ഇപ്പോൾ എന്താ പറയുന്നറിയോ? വെള്ളാപ്പള്ളി ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ കോലം കത്തി. കഴിഞ്ഞ ദിവസം ലീഗുകാരും കുറേ ലീഗുകാർ, സമസ്ത, SDPI, PFI, പഴയ PFIക്കാർ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് വെള്ളാപ്പള്ളി വർഗീയവാദിയായി ചിത്രീകരിക്കുന്നു, വെള്ളാപ്പള്ളിയുടെ കോലം കത്തിക്കുന്നു. ശരിക്കും ഉണ്ടല്ലോ ഇവിടെ ശരിക്കും ആരെ എക്സ്പോസറായി പോകുന്നറിയോ? ഇപ്പം സോഷ്യൽ മീഡിയയിലും എല്ലാ ആൾക്കാരും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അത് ലീഗ് ശരിക്കും സാദിഖലി തങ്ങളും ലീഗൊക്കെ വെള്ളാപ്പള്ളിയോട് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കളസം കീറുന്നതായിരിക്കാമെന്നറിയോ? ലീഗിനാണ്. ശരിക്കും ലീഗ് എക്സ്പോസറായി പോകും. ശരിക്കും ലീഗ് ഉണ്ടല്ലോ കേരള സമൂഹത്തിന് പൊതുബോധത്തിനുള്ള ഒരു സാധനം അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും ഇതൊക്കെ ആയിട്ട് മാധ്യമങ്ങളും ഇവിടുത്തെ എന്താ പറയുക മാധ്യമ പ്രവർത്തകരൊക്കെ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലീഗ് ഒരു വലിയൊരു മതേതര പാർട്ടിയാണ്. ഒന്ന് ആലോചിച്ചൊക്കെ. ശരിക്കും ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശയാണ് മുസ്ലിം ലീഗ് ഒരു എന്താ പറയുക ഒരു മതേതര പാർട്ടിയാണെന്ന്. ശരിക്കും ഇന്ത്യ വിഭജനത്തിന് വേണ്ടി ഉണ്ടായൊരു പാർട്ടിയാണ്. അപ്പോൾ അന്നത്തെ പാർട്ടിയുടെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ ഇവരാണ് പറയുന്നത് പല മേഖലയിൽ സമസ്ത മേഖലയിലും വർഗീയത പറയുന്നത് എന്താ പറയുക സ്വന്തം നെറ്റിയിലും താടിയിലും ഡ്രസ്സിലും പഠനത്തിലും നിയമത്തിൽ പോലും ഭക്ഷണത്തിൽ പോലും വർഗീയത കൊണ്ടു നടക്കുന്ന ആൾക്കാർ പറയുന്നു വെള്ളാപ്പള്ളി എന്താ പറയുക വർഗീയവാദിയാണെന്ന്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇവർ ശരിക്കും എക്സ്പോസ്ഡ് ആയി പോകും. ഈ ലീഗ് ശരിക്കും എക്സ്പോസ്ഡ് വെള്ളാപ്പള്ളിയുടെ ഈ വിഷയത്തിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആവുന്നത് എന്താ പറയുക മുസ്ലിം ലീഗ് തന്നെയാണ്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞത് ഈ വിഷയം വളരെ എന്താ പറയുക ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസം PK ഫിറോസ് ഉണ്ടല്ലോ, യൂത്ത് ലീഗിൻ്റെ PK ഫിറോസ് പറഞ്ഞു ഞങ്ങളുടെ ആദ്യത്തെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർഗീയത ഇല്ലാതാക്കണം. വളരെ എന്താ പറയുക ചിരി വരുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആട്ടോ. ഒന്ന് ആലോചിച്ചാൽ ഇവിടെ സൗഹൃദം വേണം, സമാധാനം വേണമെന്നൊക്കെ. ഇതേ ടീമാണ് മുനമ്പത്ത് ഏകദേശം 400-600 കുടുംബങ്ങളെ വഴിയാധാരാക്കാൻ വേണ്ടി അതിനുവേണ്ടി വഖഫിൻ്റേതാണെന്ന് പറഞ്ഞ് എന്താ പറയുക അവിടെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്ന സർക്കാർ ഈ ലോ പാസ്സായില്ലേ, വഖഫ് ബില്ല് പാസ്സായില്ലേ, രാജ്യത്ത് വഖഫ് ബില്ല് പാസ്സായിട്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച് അത് രാജ്യത്തൊരു നിയമമായി മാറി. അപ്പോൾ ഇപ്പോഴും പറയുകയാണ് ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് വേണം, മുനമ്പത്തൊരു സെറ്റിൽമെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. അവിടുത്തെ 400 ഏക്കറിന് പകരം എന്താണ് വേറൊരു സ്ഥലത്ത് എന്താ പറയുക അത്രയും ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് വേണമെന്ന രീതിയിൽ ഇപ്പോഴും നെഗോഷിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാർ ആ ഒരു വർഗീയ ഒരു ചിന്താഗതി ഒന്ന് ആലോചിച്ചൊക്കെ. വിദ്യാഭ്യാസ സ്ഥാപനം, താടിയിൽ, ഡ്രസ്സിൽ, ഭക്ഷണത്തിൽ പോലും വർഗീയത കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എന്തൊക്കെ വിവാദങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് എന്താ പറയുക പാലക്കാട് തൃത്താലയിൽ നടന്ന ഒരു പരിപാടിയിൽ, അവിടുത്തെ നാട്ടുമ്പുറത്ത് നടന്ന ഒരു പരിപാടിയിൽ ഈ ഏറ്റവും വലിയ ഹമാസിൻ്റെ തീവ്രവാദികളെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് നടത്തിയത് ആരാണ്? ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരല്ലേ. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാനുണ്ട് ഇവർക്ക്. അപ്പോൾ എന്താ പറയുക ഇതൊന്നും വർഗീയ ഇതല്ലേ? ലോകത്തിലെ ഒരുപാട് ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. എന്ന് പറയുന്നത് ഒക്ടോബർ 7-ാം തീയതി അവിടെ ഇസ്രായേലിലേക്ക് കടന്ന് എന്താ പറയുക നുഴഞ്ഞു കയറി ആ മ്യൂസിക് കൺസേർട്ടിൽ ഏകദേശം 1200 പേരെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളടക്കമുള്ള നിരപരാധികളെ കണ്ണിൽ കണ്ട ആൾക്ക് വെടിവെച്ച് കൊല്ലാൻ നേതൃത്വം നൽകിയ ആൾക്കാരെയാണ് എന്താ പറയുക ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് നടക്കുന്ന ടീമാണ് ഈ മുസ്ലിം ലീഗുകാർ. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനൊക്കെ എന്താ പറയുക വലിയ ഗ്ലോറിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് എന്താ പറയുക ഈ ലീഗുകാർ. അങ്ങനെയുള്ള ലീഗുകാർ പറയുകയാണ് വെള്ളാപ്പള്ളി എന്താ പറയുക മലപ്പുറത്തെക്കുറിച്ച് പറയുന്നത് മുസ്ലിങ്ങളെക്കുറിച്ച്. മലപ്പുറത്തെക്കുറിച്ച് ചോദിക്കട്ടെ, മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ് എങ്ങനെ മുസ്ലിങ്ങളെക്കുറിച്ച് പറയാം? അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മുൻകാലങ്ങളിൽ നടന്ന ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരുപാട് സത്യങ്ങൾ വെള്ളാപ്പള്ളി വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിനെതിരെ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ശരിക്കും മുട്ടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാണം കെടും. പിന്നെ ഈ അടുത്ത കാലത്തിന് 2 ദിവസം മുന്നേ എന്താ പറയുക ഒരു അഞ്ച് പ്രസവം നടത്തിയ അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ നടത്തിയിട്ട് ആ ഒരു സ്ത്രീ മരിച്ചുപോയി. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കൊന്നും ആർക്കും പറയാനില്ല. അതായത് സ്വന്തം അമിതമായ മതാന്ധത ബാധിച്ച് എന്താ പറയണ്ടേ ഡോക്ടറെ പോലും കാണിക്കാതെ അന്യപുരുഷൻ്റെ അടുത്ത് പുരുഷന്മാർ അന്യ സ്ത്രീകളും തൊടാൻ പാടില്ല, അങ്ങനെയുള്ള മതാന്ധത ബാധിച്ച് ഇത്തരം പ്രാകൃതമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് മലപ്പുറം. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ മൊത്തം മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയാം? വർഗീയതയാവാ. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങളല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കേരളത്തിലെ ലീഗിനോ സാദിഖലി സംഘങ്ങൾക്കോ ഒന്നും പറയാനില്ലേ. പിന്നെ
പറഞ്ഞാൽ ഈ ഹാഗിയ സോഫിയ വിഷയത്തിൽ ഒന്ന് ആലോചിച്ചേക്ക്, ഇവർ ഭയങ്കര മതേതരവാദികളാണെന്ന് പറയുന്നത്. ഈ ഹാഗിയ സോഫിയ വിഷയത്തിൽ ചന്ദ്രിക ലേഖനത്തിലെ സാദിഖലി തങ്ങൾ, അപ്പോൾ അതെന്തോ എന്താ പറയുക, ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്ത് ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റിയത്. അപ്പോൾ എന്താ പറയുക, അതൊരു വലിയ ജനാധിപത്യ ബോധത്തിൻ്റെ എന്തോ വലിയ തേങ്ങാക്കൊല മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മച്ചാൻ ഇത് എഴുതിയിരിക്കുന്നത്, ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക, ഇവരുടെ ഉള്ളിൽ ആ വർഗീയത, ഇവരുടെ ഉള്ളിൽ ആ വർഗീയത അങ്ങ് പുറത്ത് ചാടുകയാണ്. നമ്മൾ കെ എം ഷാജി തന്നെ, ഇവരുടെ പോരാളി എന്ന് പറയുന്ന കെ എം ഷാജി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടില്ലേ, മതമാണ് പ്രശ്നം എന്നൊക്കെ എത്ര തവണ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര വർഗീയത, അത് സ്വന്തം പാർട്ടി, മതത്തിൻ്റെ പേരിലൊരു പാർട്ടി ഉണ്ടാകുക, ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഏക പാർട്ടി മുസ്ലിം ലീഗാണ്. അവരാണ് പറയുന്നത് ഒരു ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, അവിടെ നടക്കുന്ന പല തോന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇങ്ങനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ കേരളത്തിലെ ഹമാസിൻ്റെ ആൾക്കാരെ ഇവിടെ എന്താ പറയുക, ഹമാസിന് പിന്തുണ അർപ്പിച്ച് ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ പരിപാടി നടന്നില്ലേ, അന്ന് ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിൽ അവിടുത്തെ എന്താ പറയുക ഹമാസിൻ്റെ ടോപ്പ് ലീഡറൊക്കെ വന്നിരുന്നു. ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കി എന്താ പറയുക, അവിടെ നിഷ്കരണം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നേതാവിനെ ഇവിടെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ വെള്ള പൂശുന്നു. അവർക്ക് വീഡിയോ കോൺഫറൻസ് വഴി ഇവിടെ എന്താ പറയുക സമ്മേളനങ്ങൾ പങ്കെടുപ്പിക്കുന്നത്. ഇതൊക്കെ ശരിക്കും പക്ക രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. ഇതൊക്കെ ശരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്താ പറയുക അന്വേഷിക്കേണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യമോ, മലപ്പുറം ടൗൺ ഹാളിൻ്റെ പേരോ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി ടൗൺ ഹാളാണ്. ഇത് ലീഗാരിട്ടിരിക്കുന്ന പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1921 ഒരുപാട് ആൾക്കാർ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുക, ഹിന്ദു മാസ്കർ നടത്തിയ ഒരാളാണ്, അതിന് നേതൃത്വം നൽകിയ ഒരാളാണ് വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി. എന്താ പറയുക, ഈ സുഡാപ്പിയാണ് സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ എന്താ പറയുക പൃഥ്വിരാജിനൊക്കെ മുൻനിർത്തി ഒരു സിനിമ പോലും എടുക്കാൻ തയ്യാറായി വന്ന ആൾക്കാർ. അതിന് പോലും ഫണ്ട് ഇവിടുത്തെ കേരളത്തിൽ സുഡാപ്പികൾ ഫണ്ട് ഇറക്കാൻ തയ്യാറായി, അതിന് ഗ്ലോറിഫൈ ചെയ്യാൻ, വെള്ള പൂശാൻ വേണ്ടി. നിങ്ങൾക്കറിയോ, കുറച്ച് ദിവസം മുന്നേ എന്താ പറയേണ്ടത്, ഇവിടെ വലിയ മുദ്രാവാക്യം വിളിച്ചില്ലേ, എന്താ 1921 കത്തി ഞങ്ങളെ അറബിക്കടലൊന്നും തള്ളിയിട്ടില്ല, അതും ഞങ്ങളുടെ കൈവശം ഇപ്പോഴും ഉണ്ട്, അത് തേച്ച് മിനുക്കി നിങ്ങളുടെ പള്ളക്ക് കയറ്റാൻ അറിയാം ഞങ്ങൾക്ക് എന്നൊക്കെ ഇതിറക്കിയില്ലേ. അപ്പോൾ ഇതിനൊന്നും പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അതൊക്കെ വിളിച്ചത് ഇതൊക്കെ ലീഗുകാരൊക്കെ ചേർന്നൊക്കെയാണ്, ഇവിടുത്തെ സുഡാപ്പികളും ലീഗുകാരൊക്കെ ചേർന്ന് തന്നെയല്ലേ. ഈ ലീഗുകാരനായാലും സുഡാപ്പി ആയാലും എല്ലാം ഒന്ന് തന്നെ. ഇപ്പം കേരളത്തിലെ അവസ്ഥ അതാണ്. ആരാണെന്താണ് എല്ലാവരും ഒരേപോലെയാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പം ഇവരെ തന്നെ വെള്ളാപ്പള്ളി തന്നെ ആക്രമിക്കുന്ന ആരൊക്കെയാണ്, STP, PFI, സമസ്ത, എല്ലാ കീടങ്ങളും ചേർന്ന് വെള്ളാപ്പള്ളി ആക്രമിക്കുന്നു. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി. പക്ഷേ ഇവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം. ഇപ്പോൾ തുഞ്ചംപറമ്പിലാണ് തിരൂര്, അവിടെ എന്താ പറയണ്ടത്, എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആരാണ്, ഇതേ ലീഗുകാരല്ലേ ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എക്സ്പോസ്ഡ് ആവും എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിയോട് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആവും. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ എന്താ പറയുക വെള്ളാപ്പള്ളിയോട് ഈ വിഷയം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും പെടാൻ പോകുന്നത് ഇവരാണ്. എന്ത് തന്നെയായാലും ഇവിടെ നടക്കുന്ന മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ നടക്കുന്ന പലവരും എന്താ പറയുക, അവിടെ ഒരുപാട് ആൾക്കാർ, യുവാക്കൾ ഈ സ്വർണ്ണക്കടത്ത് എന്താ പറയുക, ഈ ആസനത്തിലൂടെ സ്വർണ്ണം കടത്താം, മലദ്വാർ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ പറയുന്ന മാതിരി, അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പിടിക്കപ്പെടുന്നത് ഇതേ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ പേര് പോലും പറയാൻ പാടില്ല. കേരളത്തിലെ മീഡിയ അവരുടെ പേര് പറഞ്ഞാൽ പോലും അതിനെതിരെ സൈബർ അറ്റാക്കൊക്കെ നടക്കും. നിങ്ങൾ കാണാൻ ചില ഓൺലൈൻ ഡെസ്കുകളൊക്കെ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഓൺലൈൻ ഡെസ്കുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാർഡുകൾ പോസ്റ്റ് ചെയ്യില്ലേ, അതായത് ഇങ്ങനെ കരിപ്പൂരിൽ സ്വർണ്ണം പിടികൂടി മറ്റങ്ങനെ പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മലപ്പുറത്തെ യുവാക്കൾ പിടിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അതിനകത്ത് ഇവന്മാരുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവന്മാർ സോഷ്യൽ മീഡിയ ഭയങ്കര അറ്റാക്കായിരിക്കും. അത്രത്തോലും എന്താ പറയുക അസഹിഷ്ണുത ഇവന്മാർക്ക്. പക്ഷേ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ അതിനെ വലിയ വിവാദമാക്കുകയും ചെയ്യും. അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പറയും, ഇവർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക അസഹിഷ്ണുത. ശരിക്കും പറഞ്ഞാൽ അതാ പറഞ്ഞത്, ഈ ലീഗുകാരും തങ്ങളൊക്കെ വെള്ളാപ്പള്ളിയോട് മുട്ടാൻ നിന്ന് കഴിഞ്ഞാൽ നാണം കെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിയെല്ലാം പച്ചക്ക് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ല ഒരുത്തിൻ്റെയും തന്തയുടെ വകയല്ല എന്ന് എന്താ പറയേണ്ടത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ആരുടെ തന്തയുടെ വകയല്ല. എന്തിനാ നമുക്ക് കാത്തിരിക്കാം. ഈ വിഷയത്തിൽ കൂടുതൽ എന്താ പറയേണ്ടത് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും, എന്താ പറയുക കൂടുതൽ പ്രസ്താവന പുറത്തു വരും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.